ഹലോ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എല്ലാവരും ഡാൻസ് കഴിഞ്ഞ് ഗീതുവിനെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. പക്ഷേ ഗീതു ശ്രദ്ധിക്കുന്നത് ഗോവിന്ദിനെ രഞ്ജുവിനെയാണ്. രഞ്ജുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഗോവിന്ദ് പോകുകയാണ്. അപ്പോൾ ഗീതു എന്നിട്ട് അവരെ ഫോളോ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗീതുവിൻ്റെ അച്ഛൻ ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, മോളെ, ഞങ്ങൾ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചതല്ല, നിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. സ്വന്തം മോളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പെട്ട ഞാനൊരു അച്ഛനാണോ എന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഗീത പറയാൻ, അത് നീ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അച്ഛന് എപ്പോഴും പണമാണല്ലോ ആവശ്യം, അതിന് വേണ്ടിയിട്ട് അച്ഛൻ എന്തും ചെയ്യും. അപ്പോൾ ഭദ്രൻ ഇങ്ങനെ ഗീതുവിനെ വിളിച്ചിട്ട് പോകട്ടെ, മോളെ, അച്ഛൻ നീ പറയുന്നതൊന്ന് കേൾക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ കരണത്തൊന്ന് അടിച്ചോ, പക്ഷേ അതൊക്കെ ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ചെറിയ ശിക്ഷയാവുന്നുള്ളൂ. ഇപ്പം എന്താണാവോ ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്താൻ കാരണം? എന്നിട്ട് ഗീതുവിനോട് ചെയ്ത തെറ്റിൻ്റെയൊക്കെ ക്ഷമാപണം നടത്താൻ കേട്ടോ ഭദ്രൻ. ഇനി നീ ഡിവോഴ്സിന് സമ്മതിക്കരുത്, മരണം വരെ ഗോവിന്ദ് നിൻ്റെ ഭർത്താവായിരിക്കണം. ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും നീ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഇനി മുതൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ ഭദ്രൻ. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, ഇപ്പം നിന്നെ ഇതൊക്കെ പറയുന്നത്? അച്ഛന് ക്ഷമ പറിച്ചിൽ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അപ്പോൾ ഭദ്രൻ പറയാണ്, പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം കാണാൻ പറ്റി. ഗോവിന്ദൻ്റെ സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കയറി വന്നവളെ അവൻ്റെ കൂടെ അഴിഞ്ഞാടുന്നത്. അങ്ങനെ ഒരുത്തി നിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലെ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നത് നീ അനുവദിച്ചു കൊടുക്കരുത്. ഗോവിന്ദൻ്റെ അച്ഛൻ മാധവ മുതലാളിയും സ്ത്രീ വിഷയങ്ങളിൽ അല്പം കുഴപ്പക്കാരനായിരുന്നു. അയാളുടെ ചോരയല്ലേ ഗോവിന്ദ്. അച്ഛൻ വെയിൽ ചാടിയതാ, അപ്പം മകൻ മതിൽ ചാടും. മോള് സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ ഭദ്രൻ. അപ്പോൾ ഗീതു പറയാണ്, എനിക്കെൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ്, വെറുതെ സംശയം ഉണ്ടാക്കാതെ അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോകും. എന്നിട്ട് ഗീതു ഗോവിന്ദനെ അന്വേഷിച്ച് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഭദ്രൻ ഇങ്ങനെ ഗോവിന്ദൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുവാണ്, മാധവ മുതലാളി, നിങ്ങളിരുന്ന കസേരയിൽ ഞാനൊന്ന് ചാരിയിരിക്കാൻ കൊതിച്ചു, പക്ഷെ നടന്നില്ല. കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിട്ടേ ജീവൻ പോയത് മിച്ചം. നിങ്ങൾക്കിട്ട് തന്ന പണികളെ കുറച്ച് ഡോസ് കൂട്ടി മോനിട്ട് കൊടുക്കാൻ പോവാ. ചത്ത് തലക്ക് മുകളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുമല്ലോ, ശരിക്കും കണ്ട് ആസ്വദിച്ചോ. പഴയ ഭദ്രൻ്റെ പുതിയ ലീലാവിലാസങ്ങൾ. ഇങ്ങനെ പറഞ്ഞ് തിരിയുമ്പോഴേക്കും കാണുന്നത് നമ്മുടെ അവർണികയുടെ അച്ഛനെയാണ് കേട്ടോ. അവർണികയുടെ അച്ഛൻ വന്നിട്ട് ഭദ്രനോട് പറയുകയാണ്, മാധവൻ നായരെ ചതിച്ച് അയാളുടെ മരണത്തിന് ഉത്തരവാദിയായ തൻ്റെ മോൾ എങ്ങനെയാണ് ഗോവിന്ദൻ്റെ ഭാര്യയായത്? ഭദ്രൻ പറയാണ്, ഞാനാ മാധവ മുതലാളിയും ചതിച്ചത് നിനക്കറിയാം. എനിക്ക് അടുത്തറിയാവുന്ന സുഹൃത്തായിരുന്നു മാധവൻ നായർ, നിനക്കറിയാലോ ഭദ്ര അത്. അപ്പോൾ ഭദ്രൻ പറയാണ്, മാധവൻ നായർ മരിച്ചതേ കടബാധ്യത കൊണ്ട് നിൽക്കക്കളി ഇല്ലാതെയാ. കടബാധ്യത വന്നത് കൂടെ നിന്ന് നീ വഞ്ചിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സത്യം പറ, നീ എന്ത് ചതി കാണിച്ചിട്ടാ നിൻ്റെ മകള് ഗോവിന്ദൻ്റെ ഭാര്യയായത്? അപ്പോൾ ഭദ്രൻ പറയാണ്, നിങ്ങളുടെ ഓഫീസിൽ വെറും ഒരു സ്റ്റാഫായിരുന്ന കിഷോർ ഇപ്പോൾ നിങ്ങളുടെ മരുമോനായില്ലേ. അതേ വിധിയുടെ വിളയാട്ടം കൊണ്ടാണ് ഗോവിന്ദ് എൻ്റെ മോളുടെ ഭർത്താവായത്. എല്ലാം വിധിയാണ് സാറേ എന്ന് പറഞ്ഞ് ഭദ്രൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദിനെ അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു റൂമിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഗോവിന്ദിൻ്റെ രഞ്ജുവിൻ്റെ സംഭാഷണം ഗീതു കേൾക്കുകയാണ് കേട്ടോ. ഗോവിന്ദ് രഞ്ജുവിനോട് ചോദിക്കുകയാണ്, രഞ്ജു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പോൾ ഗീതു ഇങ്ങനെ പയ്യെ കഥക്ക് തുറന്ന് നോക്കുമ്പോൾ ഗോവിന്ദ് രഞ്ജു സംസാരിക്കുകയാണ് കേട്ടോ. ഒരു ഫംഗ്ഷന് നടന്ന ഡാൻസിൽ പോയെന്ന് പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് നീ എന്താ കൊച്ചു കുട്ടിയാണോ രഞ്ജു? അപ്പോൾ രഞ്ജു പറയാണ്, ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്, അതാ ഇന്നിവിടെ തകർന്നു വീണത്. അതിന് ഡാൻസ് മത്സരമല്ലല്ലോ ഇവിടെ നടന്നത്. ഇന്ന് ഉച്ചക്ക് നീ ഭക്ഷണം നന്നായിട്ട് കഴിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് ഇവിടെ വന്ന് ഫംഗ്ഷൻ തുടങ്ങിയത് മുതൽ ഡാൻസ് തുടങ്ങി, സ്വാഭാവികമായിട്ടും തളർന്നു പോവില്ലേ നീ? അതുപോലെയാണോ ഗീതു? അവൾ ഇടയ്ക്ക് വന്ന് കയറിയതല്ലേ, അതുകൊണ്ട് ക്ഷീണിക്കാതെ അവൾക്ക് നന്നായിട്ട് നൃത്തം ചെയ്യാൻ പറ്റി. അതോർത്ത് നീ ഇങ്ങനെ വിഷമിക്കേണ്ട, മറന്നുകളാ എന്നൊക്കെ പറയാൻ കേട്ടോ ഗോവിന്ദ് രഞ്ജുവിനോട്. ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ഗീതു. എന്നിട്ട് രഞ്ജു പറയുകയാണ്, എന്നാലും ഗീതുവിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയില്ലേ. വർഷങ്ങളായിട്ട് നൃത്തം പഠിച്ച് ഒരുപാട് വേദികളിൽ ട്രോഫികളൊക്കെ കിട്ടിയ ഞാൻ അവളുടെ മുമ്പിൽ തോറ്റുപോയത്. നിൻ്റെ വിഷമം മാറാനേ നമുക്ക് മറ്റൊരു ദിവസം ഒരു ഡാൻസ് മത്സരം തന്നെ അങ്ങോട്ട് നടത്താമെന്ന് പറയുകയാണ് ഗോവിന്ദ്. ആ വേദിയിൽ വെച്ചിട്ട് നീ ഗീതുവിനെ തോൽപ്പിക്കണം, എന്താന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ഇങ്ങനെ ചിരിക്കുകയാണ്. ഇത് കേട്ട് ഗീതു സങ്കടത്തോടെ പറയാണ്, എന്തിനാ മറ്റൊരു വേദി, ഞാൻ ഇപ്പോഴേ തോറ്റില്ലേ കണ്ണേട്ടാ, ഇനി പരസ്യമായിട്ടൊരു തോൽവി എനിക്ക് എന്തിനാന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ സങ്കടം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഗീതു ഇങ്ങനെ നടന്ന് നീങ്ങുവാണ് റൂമിൻ്റെ വാതിലിൻ്റെ അടുത്ത് നിന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗീതു ഇങ്ങനെ വിഷമിച്ച് റൂമിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് തകർന്നടിഞ്ഞ മനസ്സുമായിട്ട് ബെഡിലേക്ക് ഒറ്റ വീഴ്ച വീഴുവാണ്. എന്നിട്ട് അവിടെ കിടന്ന് എല്ലാവരും കരയുവാണ് കേട്ടോ. എത്ര നെഞ്ച് പൊട്ടി കരഞ്ഞിട്ടും അവളുടെ വിഷമം മാറുന്നില്ല കേട്ടോ. എന്നിട്ട് ഗീതു ഇങ്ങനെ മനസ്സിൽ പറയാണ്, ഞാനെന്തിനാ ഇങ്ങനെ ഹൃദയം നൊന്ത് കരയുന്നത്,
ഞാനും കണ്ണേട്ടനും തമ്മിൽ വെറും ഒരു കോൺട്രാക്ട് മാരേജ് മാത്രമല്ലേ നടന്നിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ. വന്ന് കയറിയിരിക്കുന്നവളുമായിട്ട് അതിനേക്കാളും ആത്മാർത്ഥമായ ബന്ധം കണ്ണേട്ടനുണ്ട്. ഇവിടുത്തെ പാരമ്പര്യ സ്വത്തം ആയ ആമാടപ്പെട്ടിവരെയും കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് തയ്യാറായ ശക്തമായ ബന്ധം. ഞാൻ വെറും ഒരു കോൺട്രാക്ട് ഭാര്യയാണെന്നും അവൾ കണ്ണേട്ടൻ്റെ മേലെ അവകാശമുള്ളവളുമാണെന്നും ഞാൻ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. അതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനായിട്ട് വരുത്തി വെച്ച വിനയാണ്. എൻ്റെ ഇഷ്ടവും പ്രണയവും ഒക്കെ ഞാൻ നേരത്തെ കണ്ണേട്ടനോട് പറയേണ്ടതായിരുന്നു. ഒരുപാട് വൈകിപ്പോയി. ഇനി വരുന്നതൊക്കെ ഞാൻ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോഴേക്കും കാഞ്ചന നമ്മുടെ കേക്കുമായിട്ട് വരികയാണ് കേട്ടോ, കേക്ക് കഴിക്കാൻ പറഞ്ഞ്. അപ്പോൾ ഗീതു ദേഷ്യപ്പെട്ട് പറയുകയാണ്, മറ്റുള്ളവരുടെ എച്ചിൽ തിന്നാൻ വേണ്ടിയിട്ടിരിക്കുകയല്ല ഞാൻ, നീ ഇപ്പോൾ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെന്ന് പറയാണ്. അങ്ങനെ കാഞ്ചനയോട് ചൂടാവാണ് കേട്ടോ ഗീതു. ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞ് കാഞ്ചനേനെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രതിബിംബം നോക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഗീതു. അപ്പോൾ പ്രതിബിംബം ഇങ്ങനെ ഗീതുവിനെ നോക്കി ചിരിക്കുകയാണ്. അത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവൾ ഒരു ഷോ പീസ് എടുത്തിട്ട് നേരെ കണ്ണാടി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുവാണ് കേട്ടോ. എന്നിട്ടും പ്രതിബിംബം നിന്ന് ചിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ ലൈറ്റൊക്കെ അണച്ച് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പുതച്ച് മൂടി ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രാധികാമേനെയും വരുണിനെയാണ് കേട്ടോ. വരുൺ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൽ വന്ന് ബഹളമുണ്ടാക്കിയവളെക്കുറിച്ച്, അതിവളാ. അവൾ ആരാണെന്നും എന്തിനാ വഴക്ക് കൂടിയതെന്നും കണ്ണടനോട് ഇന്നലെ തന്നെ ചോദിക്കാനാണ് ഞാനിരുന്നത്. പക്ഷെ അവൻ എനിക്ക് പിടി തരുന്നില്ല. കുറച്ച് ദിവസമായി കണ്ണൻ ബോധപൂർവം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. അപ്പോൾ വരുൺ പറയാണ്, അത് ഈ ബന്ധത്തിൽ ഗോവിന്ദേട്ടൻ ഉടക്കിക്കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇനിയെങ്കിലും അമ്മ ചോദിക്കണം അവൾ ആരാണെന്ന്. അപ്പോൾ കാഞ്ചന അവിടെയും കേക്കുമായിട്ട് വരാണ് കേട്ടോ. കാഞ്ചനയോട് അവരും ചൂടാവണുണ്ട് നീ കേക്ക് കൊണ്ട് പോകാനൊക്കെ പറഞ്ഞ്. അപ്പോൾ കാഞ്ചന പറയാണ്, നിങ്ങൾ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ പെണ്ണിൻ്റെ കാര്യം ഓർത്തിട്ടല്ലേ ടെൻഷൻ അടിക്കുന്നത്? അവൾ ആരാണെന്ന് അറിയാവോ? അവളുടെ പേര് ശിവരഞ്ജിനി. രഞ്ജു എന്നാണ് ഗോവിന്ദ് വിളിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഈ രഞ്ജു ഉണ്ടല്ലോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഗോവിന്ദ് മാമനുമായിട്ടേ മുറ്റത്ത് വെച്ച് ഭയങ്കര ഗലാട്ടയായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ശത്രുക്കളാണെന്നാ. ആ പെണ്ണും മാമനുമായിട്ട് ഇപ്പോൾ ചക്കരയും മീച്ചയും മാതിരിയായി. അവർ തമ്മിൽ വിണക്കമൊക്കെ മാറി ഇപ്പോൾ ലവേഴ്സ് മാതിരി ആയെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് കേട്ടോ രാധികാമ്മ. അപ്പോൾ നിന്നോടൊന്ന് പോവാമോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാഞ്ചനേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. രാധികാമ്മ പറയാണ്, അന്ന് വന്നത് ഏത് പെണ്ണാണെന്ന് ഞാൻ കണ്ണനോട് ചോദിച്ചപ്പോൾ ബിസിനസ്സിൽ അവനെ ചതിച്ചിട്ട് പോയ പെണ്ണാണെന്ന് അവൻ എന്നോട് പറഞ്ഞ മറുപടി. അപ്പോൾ ഗോവിന്ദേട്ടൻ അമ്മയോടും കള്ളം പറയാൻ തുടങ്ങിയില്ലേ. ഇവളെ കണ്ടിട്ട് ബിസിനസ്സിൽ ചതിച്ച് പോയവളാണെന്ന് തോന്നുന്നില്ല. നമ്മളറിയാതെ ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ തേച്ചിട്ട് പോയവളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ രാധികാമ്മ പറയാണ്, കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഗീതുവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അടുത്ത മാരണം. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഗീതുവിനെ പോലെയല്ല ഗോവിന്ദേട്ടൻ ഈ വന്ന് കയറിയ പെണ്ണിന് കൂടുതൽ സ്നേഹവും പരിഗണനയും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവിന്ദേട്ടനും ഗീതുവും തമ്മിൽ ഡിവോഴ്സ് ആയാൽ തന്നെ ഈ ഫ്രണ്ടിനെ ഏട്ടൻ വിവാഹം കഴിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ രാധികാമ്മ പറയാണ്, ഗീതുവിനെ നമ്മൾ ഇല്ലാതെയാക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഇനി ആരും കണ്ണൻ്റെ ഭാര്യയായി വരാൻ പാടില്ല. ഇപ്പോഴും നമ്മളായിരിക്കണം അവൻ്റെ കുടുംബം. കണ്ണന് മാത്രമായിട്ടൊരു കുടുംബം ഉണ്ടാവാൻ പാടില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഭദ്രൻ ഇങ്ങനെ കിഷോറിനെ ഫോൺ ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് കിഷോറിനോട് ചോദിക്കുകയാണ്, മോനെ നീ എന്താ വരാതിരുന്നത് ഫംഗ്ഷന്? അപ്പോൾ കിഷോർ പറയാണ്, ഞാൻ വന്നിട്ട് ഇപ്പോൾ എന്ത് കാണിക്കാനാങ്ങളെ, അവിടെ നടക്കുന്നത് പണത്തിൻ്റെ ഒരു ഷോയല്ലേ. അപ്പോൾ ഭദ്രൻ പറയാണ്, പക്ഷെ ഞാൻ പോയി ശരിക്കും ആഘോഷിച്ചു. അതുകൊണ്ട് 2 ഗുണങ്ങളും ഉണ്ടായി. ഒന്നാമത്തെ ഗുണം അർക്കൽ മാധവൻ്റെ ഫോട്ടോയിൽ മുമ്പിൽ നിന്നിട്ട് എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് മകനെ അങ്ങോട്ടേക്ക് വിടാമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഗുണം ഗോവിന്ദൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞൊരു പുതിയ അവതാരം വന്ന് ചാടിയിട്ടുണ്ട്. രഞ്ജുന്നോ കൊഞ്ചുന്നോ അതാണ്ട പേര്. പക്ഷേ അവൾ അത്ര ശരിയല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ആ പെണ്ണുമായിട്ട് എൻ്റെ മരുമോനൊരു അവിഹിതമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കിഷോർ പറയാണ്, ഗോവിന്ദ സാറിൻ്റെ സ്വഭാവം ശരിക്കും അടുത്തറിയാവുന്ന ആളാണ് ഞാൻ. ഒരിക്കലും അങ്ങനെ ഒരു അവിഹിത ബന്ധത്തിന് സാധ്യതയില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം. അപ്പോൾ ഭദ്രൻ പറയാണ്, നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം കഥയായാലും മതി. എൻ്റെ മൂക്ക് അവനോടുള്ള അടുപ്പം വെറുപ്പായിട്ട് മാറണം. എങ്കിലേ നിനക്ക് സ്കോപ്പ് കൂടൂ. ആ ചാൻസിൽ നിനക്ക് വീണ്ടും ഗീതുവിൻ്റെ ഹൃദയത്തിലേക്ക് പിടിച്ചു കയറാൻ പറ്റും. അപ്പോൾ കിഷോർ പറയാണ്, അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാണ് കേട്ടോ. കിഷോർ ഇങ്ങനെ മനസ്സിൽ പറയാണ്, എന്ത് നല്ല അച്ഛൻ, ഇയാളെ എൻ്റെ കയ്യിൽ നേരത്തെ കിട്ടേണ്ടതായിരുന്നു. എന്നിട്ട് കിഷോർ അവർണികയോട് ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ, ഗോവിന്ദിൻ്റെ വീട്ടിൽ ആരാ ഫംഗ്ഷന് ഒരു പുതിയ അതിഥി വന്നത്? അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, അതെങ്ങനെ കിച്ചു അറിഞ്ഞു? ഗോവിന്ദ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. ഓഫീസിലെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതറിയാനാണ് അത്ര ബുദ്ധിമുട്ട്. ഒരു പെൺസുഹൃത്താകുമ്പോൾ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, എന്താ ഗേൾ ഫ്രണ്ട് ഉണ്ടായിക്കൂടെ? എൻ്റെ കിച്ചു ഗേൾ ഫ്രണ്ടിൻ്റെ
ഗേൾ ഫ്രണ്ട് എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം ഫ്രണ്ട് എന്നാൽ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം കിച്ചു പറയണേ എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന പലർക്കും അവരുടെ റിലേഷനിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ സംശയരോഗികൾ. നേരത്തെ ഗീതാഞ്ജലിയെക്കുറിച്ച് ആരോ പറഞ്ഞ സംശയം നീ എന്നോട് പറഞ്ഞിട്ട് ചോദിക്കാൻ ചെന്നാൽ ഞാൻ നാണം കെട്ടും. ഇപ്പോൾ അടുത്ത ഗോസിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് പറയാൻ കേട്ടോ. ഫംഗ്ഷനിൽ വന്ന രഞ്ജു ഗോവിന്ദ് സാറിൻ്റെ ഫ്രണ്ട് മാത്രമാണ്, ഗീതാഞ്ജലിക്കും അതറിയാം. അവർ രണ്ടുപേരും ചേർന്ന് ആ ഫംഗ്ഷന് നടന്ന ഡാൻസിന് സ്റ്റെപ്പ് വെച്ചത്. അതിനിടയിലെ ഗീതാഞ്ജലിയുടെ അച്ഛൻ കിച്ചുവിനെ കുറിച്ച് ഗംഭീര അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. കിച്ചു ആത്മാർത്ഥതയുള്ളവനാണെന്നും വിദഗ്ധനായ സ്റ്റാഫാണെന്നും. അയാൾ അങ്ങനെ പറഞ്ഞത് കേട്ട് ഡാഡിക്ക് മുമ്പിൽ കിച്ചുവിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അയാളെ കൊണ്ട് വീണ്ടും പറയിപ്പിച്ചത്. അതോടെ ഉള്ള വിലയും കൂടി പോയി കിട്ടിയെന്ന് പറയാണ് കേട്ടോ അവർണിക. അപ്പോൾ കിച്ചുവിനും ഞെട്ടലോട് ചോദിക്കുകയാണ് അതെന്താ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് കേട്ടോ.